ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് ദീപക് മലയമ്മയും സംഘവും എന്നെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് നോക്കൂ, കണ്ടോ? ജിമ്മന്മാരുടെ ഇടയിലാണ്. ഇവിടെ പാലക്കാടിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഇവരാണെന്നാണ് പറയുന്നത്. 1980-ൽ തുടങ്ങിയതാണ് ഈ ജിംനേഷ്യം. അതായത് പാലക്കാടിന്റെ ആരോഗ്യ സംരക്ഷണം, ഒരു ജിം വേണം എന്നൊരു തോന്നൽ ഇവിടെ നിന്നാണോ തുടങ്ങുന്നത്? ഇവിടെ തന്നെ തുടങ്ങുന്നത്. കാരണം വെച്ചാൽ എൻ്റെ ആശാൻ ജയകുമാർ ഗുരുക്കളാണ്. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാ അഭ്യാസങ്ങളും പഠിച്ചിട്ടുണ്ട്. വെയിറ്റ് ലിഫ്റ്റിംഗ്, എന്തൊക്കെ അഭ്യാസം അറിയാം? വെയിറ്റ് ലിഫ്റ്റിംഗ്, പവർ ലിഫ്റ്റിംഗ്, ബോഡി ബിൽഡിംഗ്, റെസ്ലിംഗ്, ആം റെസ്ലിംഗ്, അതുപോലെ തന്നെ കളരിപ്പയറ്റിലെ വടക്കം കളരിയാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. കിടിലനാണ് ജിം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കളറിയതോടെന്ന് കരുതിയില്ല. കളരിയുണ്ട്, ഫുള്ളായിട്ടുണ്ട്, എല്ലാ കോമ്പറ്റീഷനിലും ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾ ഏറ്റവും പഴയ ഗുരുസ്ഥാനമുള്ള ഒരാളാണ് ഞാൻ, മോഹൻദാസ് ഗുരുക്കൾ. അതുപോലെ തന്നെ മലബാർ കളരി സംഘം. അപ്പോൾ മലബാർ കളരി സംഘത്തിന്റെ പ്രേക്ഷകരുടെ അറിവിലേക്കായി മലബാർ കളരി സംഘത്തിന്റെ മോഹൻദാസ് ഗുരുക്കളാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നോട് ഞങ്ങളുടെ ദീപക് മലയമ്മ പറയുകയായിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരോഗ്യമൊക്കെ ഗംഭീരമാകും, സെറ്റാക്കി തരും, എല്ലാം ബോഡി ഫുൾ ഫിറ്റാക്കി തരും, ഒരു കുഴപ്പമില്ല. കാരണം ഞങ്ങൾ ഇവിടുത്തെ പരിശീലനം മാത്രമല്ല, പുറത്തും ഞങ്ങൾ പോയി പഠിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ, പിന്നെ സൗദി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങിയിട്ടുണ്ട്. ഇത്തവണ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാലും ഒരു രാഷ്ട്രീയ അഭ്യാസമാണല്ലോ. അത് പിന്നെ 3 പേരും സ്ട്രോങ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അതിൽ കളരി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ സ്ഥാനാർത്ഥി? കളരി അറിയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ആയോധന കല അറിയാവുന്ന ആരെങ്കിലും? എല്ലാവരും വരുന്നുണ്ട്, ഞങ്ങളുടെ ഇതിന് പരിശീലനത്തിന് വരുന്നുണ്ട്, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കാണാൻ വരുന്നുണ്ട്, പിന്നെ എല്ലാവരും വരുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥികളിൽ ആരോഗ്യത്തിൽ സ്ട്രോങ് ആരാ? നമ്മുടെ ശ്രീകണ്ഠേട്ടൻ സ്ട്രോങ് ആണ്. എന്ത് തോന്നുന്നു, ആരാണ് കറക്റ്റായിട്ട് ഒരു ആരോഗ്യമൊക്കെ സംരക്ഷിച്ച് ഒരു ജിമ്മനായിട്ട് നടക്കുന്നത്? അങ്ങനെ ആരുമില്ല, 3 സ്ഥാനാർത്ഥിയില്ല. 3 ജിമ്മനല്ല, 3 ജിമ്മനല്ല, അല്ല അങ്ങനെയൊന്നുമില്ല. വോട്ട് ചെയ്യുമ്പോഴേക്കും സ്ഥാനാർത്ഥിയുടെ ആരോഗ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം 5 വർഷം നമ്മളെ സേവിക്കേണ്ടതാണ്. അതെ, തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ക്ലബിലേക്ക് അങ്ങ് ഗുരുക്കളെ ക്ഷണിച്ചാലോ? സ്ഥാനാർത്ഥികളെ അവർ ആരോഗ്യം മെച്ചപ്പെടുത്തിയാലല്ലേ നമ്മുടെ മണ്ഡലത്തെ നന്നായിട്ട് സേവിക്കാൻ പറ്റും. ഞങ്ങൾ എന്തായാലും ക്ഷണിക്കുന്നുണ്ട്, എല്ലാവരും ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥികളെ മലബാർ കളരി അല്ലേ, ഹെൽത്ത് ക്ലബ്ബ് ആൻഡ് കളരി സെന്റർ. മലബാർ ഹെൽത്ത് ക്ലബ്ബ് ആൻഡ് കളറി സെന്റർ. നമ്മളെ പരിചയപ്പെട്ടില്ലല്ലോ, ഇവിടുത്തെ പുതിയ ആളാണോ? അല്ല, ഞാൻ ഒരു 4 വർഷമായിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. ലിഫ്റ്റിംഗും പവർ ലിഫ്റ്റിംഗും ചെയ്യും. മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? പങ്കെടുക്കാറുണ്ട്. ടോട്ടൽ എത്ര ശിഷ്യന്മാരുണ്ട്? ഒരു കണക്ക് പറയാൻ പറ്റില്ല, കാരണം ചില 80-ൽ തുടങ്ങിയതല്ലേ, ഒരുപാട് കുട്ടികളുണ്ട്. ഒരുപാട് പേരും ഇവിടുന്ന് പട്ടാളത്തിലും അതുപോലെ തന്നെ പോലീസിലും അതുപോലെ തന്നെ ഒരുപാട് വിന്നറായി പോയ ഒരുപാട് കുട്ടികളുണ്ട്. ഇവിടെ മിലിറ്ററിയിലും ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ഇത്തവണ ഈ കളരിയിൽ നിന്ന് തെളിഞ്ഞു പോയി വിന്നറായവരെ കുറിച്ച് പറഞ്ഞല്ലോ. ഇത്തവണ ഇവിടെ ആര് വിന്നറാവാനാണ് ഒരു സാധ്യത ഗുരുക്കൾ കാണുന്നത്? ഇപ്പോൾ അടുത്ത വർഷമല്ലേ നടക്കുള്ളൂ. ഇപ്പോൾ എല്ലാം ജില്ലാ മീറ്റ് എല്ലാം കഴിഞ്ഞു. അതല്ല, ഇത്തവണ തെരഞ്ഞെടുപ്പിന് 3 പേരും തുല്യമായിട്ടാണ് നിൽക്കുന്നത്, അടിച്ചു പൊളിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല ആരാ ആദ്യം. എന്ത് സംഭവിക്കാം, ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണ് മോഹൻദാസ് ഗുരുക്കൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ കളരി സംഘത്തെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഈ കളരി വർത്തമാനത്തിൽ നിന്ന് നമ്മുടെ മലയമ്മ അവരെ പരിചയപ്പെടുത്തിയതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. അതെ, ഞാനും പണ്ട് കളരി പോയിട്ടുണ്ട്. പോയിട്ടില്ലെങ്കിലും വേണ്ടിയിരുന്നില്ല ആ ചോദ്യം വേണ്ടി. എനിക്കാണ് ഈ കളരി ഒന്നും അറിയില്ല. അതെ, രഞ്ജിത്ത് കളരിയാണ്. പഴയ. അതെ, ഇവിടെ കുറെ പേര്. ഇവർക്ക് നമ്മുടെ വോട്ടർമാരല്ലേ? സുമോ ഗുസ്തിയാണ്. അതൊന്നും അങ്ങനെ എന്റെ മലയാളമേ പറയാനൊന്നും പറ്റില്ല. ശരി, ഇവിടെ വി കെ ശ്രീകണ്ഠൻ തന്നെ ജയിക്കുള്ളൂ. നല്ല മനുഷ്യനാണ്. അപ്പോൾ വി കെ ശ്രീകണ്ഠൻ സിറ്റിംഗ് എം പിയെ ഇഷ്ടപ്പെടുന്ന 2 പേരാണ് നമ്മളോട് സംസാരിച്ചത്. വി കെ ശ്രീകണ്ഠന്റെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചിരുന്നു. വി കെ ശ്രീകണ്ഠൻ എം പി രാവിലെ പര്യടനം തുടങ്ങുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഈ യാത്രക്കിടയിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ കഴിയും. ഇന്നത്തെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് പ്രധാനമന്ത്രി വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നോക്കൂ, ഇവിടെയൊന്നും നിരത്തുകളിലൊന്നും അധികം പേരെ കാണാത്തതും അതുകൊണ്ടാണ്. തിരക്കെല്ലാം ഒരു വശത്തേക്ക്, ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുകയാണ്. 1.5 ലക്ഷത്തോളം പേരെ റോഡ് ഷോയിൽ അണിനിരത്തുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. നമുക്ക് അവിടെ പോയി ആളെണ്ണം നോക്കാം. കാരണം 9 മണിയാകുമ്പോഴേക്ക് ഈ ആളുകളെല്ലാം അവിടെ വന്ന് നിറയും. പലയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി മാത്രമല്ല, മലപ്പുറത്തെയും പൊന്നാനിയിലെയും ഒക്കെ സ്ഥാനാർത്ഥി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിപുലമായ ഒരു റോഡ് ഷോ, 1/2 മണിക്കൂറോളം ആ റോഡ് ഷോ നീണ്ടു നിൽക്കുമെന്നാണ് ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകൾ. അപ്പോൾ പ്രധാനമന്ത്രി വരുന്നതിനായുള്ള ഒരുക്കങ്ങൾ, നിരത്തുകളിലൊക്കെ സുരക്ഷ ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെ ഗതാഗത ക്രമീകരണങ്ങളൊക്കെ പാലക്കാട്ട് നടപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും ഇങ്ങനെ പൂർത്തിയായി വരുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക്